റഷ്യ യുക്രൈൻ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടങ്ങി നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ തായ്വാനെ ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങൾ മറ്റൊരു യുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ മുറിവേറ്റ ഇറാന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും യുവതലമുറയുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളും പറയാനുണ്ട്. സ്വാഗതം പോയ വാരത്തെ ലോക കാഴ്ചകളിലേക്ക്, ഭൂലോകത്തിലേക്ക്. തായ്വാനെ ലക്ഷ്യമിട്ട് ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങളും ശക്തി പ്രകടനവും കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നതിനെ ചൊല്ലി പലതവണ ചൈന രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ തായ്വാൻ വിഷയത്തിൽ ഇടപെട്ടാൽ ചൈനയിൽ നിന്ന് തിരിച്ചടി നേരിടുമെന്ന അമേരിക്കയുടെ രഹസ്യരേഖ പുറത്തു വന്നിരിക്കുന്നു. എന്തിനാണ് ചൈന തായ്വാനെ പിടിച്ചടക്കുന്നത്? കാലങ്ങളായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ എന്താണ്? തായ്വാനെതിരെ ചൈന സൈനിക നടപടി തുടങ്ങിയാൽ അമേരിക്ക അതിൽ ഇടപെടും. ഓവർമാച്ച് ബ്രീഫ് എന്ന് പേരിട്ട പെന്റഗൺ രഹസ്യരേഖയിലാണ് ചൈനയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയെന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നത്. അമേരിക്ക യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളെ തകർക്കാൻ പര്യാപ്തമായ ചെലവ് കുറഞ്ഞതും കാര്യക്ഷമത ഏറിയതുമായ ആയുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ടെന്നാണ് ഓവർമാച്ച് ബ്രീഫിൽ പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ പോലും ചൈനയുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ നിഷ്പ്രഭമാകും. അമേരിക്കയുടെ മുൻനിര യുദ്ധവിമാനങ്ങളും ആശയവിനിമയത്തിനും നിരീക്ഷണത്തിനും അത്യന്താപേക്ഷിതമായ ഉപഗ്രഹങ്ങൾ വരെ നശിപ്പിക്കാനുള്ള ശേഷി ചൈനയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധങ്ങളുടെ വിതരണത്തിലെ ദൗർലഭ്യം ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. ചൈനയുടെ പിന്തുണയുള്ള വോൾട്ട് ടൈഫൂൺ ഹാക്കിംഗ് സംഘം ആക്രമണത്തിന് തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കുള്ള വൈദ്യുതി നെറ്റ്വർക്കുകൾ, ആശയവിനിമയ ലൈനുകൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ ഹാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വോൾട്ട് ടൈഫൂൺ എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സൈബർ ആക്രമണം സാധാരണക്കാരെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തിടെ ബ്രിട്ടീഷ് നാവികസേനാ കപ്പൽ തൈവാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച് നിരീക്ഷണം നടത്തിയതിന് പിന്നാലെ തായ് ദ്വീപിന് ചുറ്റും വ്യോമസേനാ വിമാനങ്ങൾ വിന്യസിച്ച് ചൈന തങ്ങളുടെ അധികാരം അടയാളപ്പെടുത്തി. ദക്ഷിണ ചൈനീസ് കടലിടുക്കിൽ നടത്തുന്ന സൈനികാഭ്യാസങ്ങൾ വേറെയുമുണ്ട്. തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നതും ചൈനയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ തായ്വാനെ പിടിച്ചടക്കാനുള്ള പദ്ധതിയിലാണ് ചൈനയുള്ളത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ച റിപ്പോർട്ടുകൾ. ഏഴ് പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ തർക്കമാണ് ചൈനയ്ക്കും തൈവാനുമിടയിലുള്ളത്. തൈവാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇതുവരെ തൈവാൻ ദ്വീപിനെ ചൈന ഭരിച്ചിട്ടില്ല. എങ്കിലും ഒരു വിമത പ്രവശ്യയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈവാനെ ചൈനയുമായി ചേർക്കാനുള്ള ശ്രമങ്ങൾ സമാധാനപരമായ മാർഗങ്ങളോ ആവശ്യമെങ്കിൽ ബലപ്രയോഗം തന്നെയോ നടത്തുമെന്നാണ് ചൈനയുടെ ശപഥം. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും 2.5 കോടിയോളം ജനസംഖ്യയുള്ള തൈവാൻ ചൈനീസ് അധീനത ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മേഖലയിലെ ചൈനീസ് അധിനിവേശത്തെയും ഇടപെടലുകളെയും തൈവാൻ നിരന്തരം വിമർശിക്കുകയും അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ദ്വീപിന്റെ നിലയെക്കുറിച്ചും ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം തൈവാന് സ്വതന്ത്ര നിലപാടുണ്ട്. പതിറ്റാണ്ടുകളായി തൈവാന് ശക്തമായ സൈനിക പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നവരിൽ പ്രധാനിയും തൈവാനാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് $18 ബില്യൺ വരുന്ന ആയുധങ്ങളാണ് തൈവാൻ വിറ്റത്.
ഇതുകൂടാതെ തായ്പേയിലുള്ള തങ്ങളുടെ എംബസിക്കായി $250 മില്യൺ കെട്ടിട സമുച്ചയം അമേരിക്ക തുറക്കുകയും ചെയ്തു. തായ്പേയ്ക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് നിർത്താനും ബന്ധം അവസാനിപ്പിക്കാനും ചൈന നിരവധി തവണ അമേരിക്കയോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലവത്തായില്ല. അമേരിക്കയുമായുള്ള സഹകരണം തൈവാൻ പിടിച്ചെടുക്കാനുള്ള ചൈനീസ് മോഹത്തിനും തിരിച്ചടിയായി. തായ്വാനെ സ്വന്തമാക്കാൻ ചൈന എന്തും ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തൽ. തായ്വാന് ചുറ്റുമുള്ള അഭ്യാസങ്ങൾ കടുപ്പിക്കുക, വ്യാപാര ഉപരോധങ്ങളിലൂടെ തായ്വാനെ സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ തന്ത്രങ്ങളല്ലാതെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അഥവാ അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ പോലും തായ്വാന്റെ സഖ്യകക്ഷികളായ അമേരിക്ക പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് കണക്കുകൂട്ടാൻ ചൈനയ്ക്കാവില്ല. അതുകൊണ്ട് തായ്വാനെതിരെ പെട്ടെന്ന് ഒരു സൈനിക നടപടിയിലേക്ക് ചൈന നീങ്ങിയേക്കില്ല. 2024 ജനുവരി 1 എന്തു വില കൊടുത്തും തായ്വാനെ ചൈനയോട് ചേർക്കുമെന്ന് ഷീ ജിൻപിങ് പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമാണ്. 2027 തായ്വാനെ ഏത് വിധേനയും തങ്ങൾക്കൊപ്പം കൂട്ടാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈന തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്ക രംഗത്തിറങ്ങും. സമീപകാല പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ US ചൈന സംഘർഷമുണ്ടായാൽ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് മുന്നിൽ കണ്ട് പ്രതിരോധത്തിനുള്ള ഒരുക്കങ്ങൾ ജപ്പാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ജപ്പാനായിരിക്കും. പേർഷ്യൻ പോരാട്ടവീര്യം ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ പ്രകടമാവുകയാണ്. 2024 ഇസ്രായേൽ ഏൽപ്പിച്ച കനത്ത ആക്രമണത്തിന്റെ മുറിവുണക്കി ശരവേഗത്തിലാണ് ഇറാന്റെ തിരിച്ചുവരവ്. അതും വെറും 6 മാസം മാത്രം സമയമെടുത്തു. ഇറാന്റെ ഈ വളർച്ച ലോകവൻശക്തികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായ ഇറാൻ ഇന്ന് അത്ഭുതകരമായ വേഗത്തിൽ സൈനികമായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. തകർന്നുവെന്ന് കരുതിയ പ്രതിരോധ ശക്തിയെ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചു. ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ ഒരിക്കലും വകവെച്ചില്ല. പകരം നിശ്ചയദാർഢ്യത്തോടെ രാജ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഖമനേയി അടക്കം മുന്നിട്ടിറങ്ങി. മാത്രമല്ല, ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ലെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് കേവലം സൈനിക ശേഷിയുടെ തിരിച്ചുവരവല്ല, മറിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിരന്തരമായ ഭീഷണികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമിടയിലും തങ്ങളുടെ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്നത് അസാധാരണമായ ധീരതയാണ്. ഇതെല്ലാം ലോകത്തിന്റെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തിക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇന്നിപ്പോൾ ഇറാന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. ജൂണിലായിരുന്നു ഇസ്രായേലുമായി കടുത്ത സൈനിക സംഘർഷം ഉടലെടുത്തത്. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. എന്നാൽ ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണത്തിന് ശേഷം നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ഇത് ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. ഇറാന്റെ സാങ്കേതിക കേന്ദ്രങ്ങളെല്ലാം തകർത്തുവെന്ന് ഇസ്രായേലും അമേരിക്കയും പിന്നീട് വിധിയെഴുതി. അവിടെയാണ് ഇറാൻ പുതുചരിത്രം സൃഷ്ടിച്ചത്. റഷ്യയുടെ കൂടി സഹായത്തോടെയാണ് ഇറാൻ അതിവേഗം മുന്നേറിയത്. നിലവിൽ സൈനികമായി സമ്പൂർണ്ണ സജ്ജരാണെന്ന് മാത്രമല്ല,
ഏത് നിമിഷവും ഏത് ആക്രമണങ്ങളെയും തടുക്കാനും വേണ്ടി വന്നാൽ ആക്രമിക്കാനും തയ്യാറാണ് ഇറാൻ സൈന്യം. ഈ മുന്നറിയിപ്പ് മൊസാദും CIA-യും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട്. അതിനിടെ ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഷിയ മിലീഷ്യകൾ അമേരിക്കൻ ബേസുകൾക്കെതിരെ നടത്തിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിലും ഇറാന്റെ ഇടപെടൽ ഉണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. ഈ നീക്കങ്ങൾ കഴിഞ്ഞ 6 മാസമായി മേഖലയിലെ അവസ്ഥ കൂടുതൽ വഷളാക്കി. നിലവിൽ ഇറാൻ ആക്രമണശേഷി ഇരട്ടിയാക്കുകയും മുൻപില്ലാത്ത വിധം പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസമാണ് പ്രകടമാകുന്നത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ, കടൽ തീരത്ത് നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ, ലോയ്റ്ററിംഗ് മ്യൂണീഷൻ ഡ്രോണുകൾ, അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവല്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് തെളിവാണ്. സമ്പൂർണ്ണ ഗൾഫ് മേഖലയെയും അമേരിക്കൻ 5th ഫ്ലീറ്റിന്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നലാണിതെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ കടന്നാക്രമണം ഒരുപക്ഷെ ഇറാനെ കൂടുതൽ റഷ്യയോട് അടുപ്പിച്ചു എന്ന് പറയാം. ഈ നീക്കം റഷ്യയിൽ നിന്നും കൂടുതൽ മാരകായുധങ്ങൾ കൊണ്ടുവരാനും ഇറാനെ സഹായിച്ചു. ഇതിനെല്ലാം പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇറാന് കൃത്യവും ശക്തവുമായ കാഴ്ചപ്പാടുമുണ്ട്. തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഏതൊരു ഭീഷണിയെ നേരിടാനുമുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏകദേശം 10 കോടി രൂപയ്ക്കടുത്ത് കയ്യിലുണ്ടോ എങ്കിൽ തയ്യാറായിക്കോളൂ, അമേരിക്കൻ പൗരത്വം ഉടൻ ലഭ്യമാകും. പറഞ്ഞു വരുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പദ്ധതിയെ പറ്റിയാണ്. അമേരിക്കയിലേക്ക് സമ്പന്നരെ ആകർഷിക്കാൻ ട്രംപ് ഗോൾഡ് കാർഡ് എന്ന പേരിലാണ് പുതിയ വിസ പദ്ധതി. വേഗത്തിൽ താമസാനുമതി നേടാൻ അവസരമൊരുക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കാനാവുമെന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ വിദേശ പൗരന്മാരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും വേഗത്തിൽ താമസാനുമതി നൽകി വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. വിദേശ നിക്ഷേപം കൊണ്ടുവരാനായി 1990-ൽ ആരംഭിച്ച EB-5 വിസകൾക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് പദ്ധതി വരുന്നത്. കുറഞ്ഞത് 10 പേർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഏകദേശം $10 ലക്ഷം ചെലവഴിക്കുന്നവർക്കായിരുന്നു EB-5 വിസ ലഭിച്ചിരുന്നത്. ഗോൾഡ് കാർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നതിനായി വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. $10 ലക്ഷം നൽകുന്ന വ്യക്തികൾക്ക് US പൗരത്വം ലഭിക്കും. $20 ലക്ഷം നൽകി കമ്പനികൾക്ക് ഗോൾഡ് കാർഡിലൂടെ വിദഗ്ധ തൊഴിലാളികളെ US-ലെത്തിക്കാം. ഒരു ഗോൾഡ് കാർഡ് ലഭിക്കാൻ $50 ലക്ഷം വേണ്ടിവരുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് തുക കുറയ്ക്കുകയായിരുന്നു. വിസ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഫണ്ടുകൾ സർക്കാരിന് ലഭിക്കുമെന്നും ഈ രീതിയിൽ കോടിക്കണക്കിന് ഡോളർ ട്രഷറിയിലെത്തുമെന്നും ട്രംപ് പറയുന്നു. കുടുംബാംഗങ്ങൾക്കും ഗോൾഡ് കാർഡ് പ്രയോജനപ്പെടുത്താം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 21 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവരെ ആദ്യ അപേക്ഷയിൽ ഉൾപ്പെടുത്താം. ഇതുവഴി അവർക്കും ഗോൾഡ് കാർഡിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വേഗത്തിലുള്ള നടപടിക്രമങ്ങളും ഉറപ്പാക്കും. $15,000 ആദ്യം അടയ്ക്കേണ്ടത്. പിന്നീട് $10 ലക്ഷം നൽകിയാൽ ഗോൾഡ് കാർഡ് ലഭിക്കും. വിശദമായ പരിശോധനയുണ്ടെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അപേക്ഷകരെ വിശദമായി പരിശോധിക്കും. അപേക്ഷകൻ വിസ അഭിമുഖത്തിൽ പങ്കെടുക്കുകയും
ആവശ്യമായ മറ്റു രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കുകയും വേണം. പരിശോധന വിജയകരമായാൽ രാജ്യത്തിന് വലിയ പ്രയോജനം ചെയ്യാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ $1 മില്യൺ നൽകാൻ ആവശ്യപ്പെടും. തുടർന്ന് EB1 അല്ലെങ്കിൽ EB2 വിസ വിഭാഗത്തിൽ യുഎസിൽ സ്ഥിരതാമസ അനുമതി ലഭിക്കും. ട്രംപ് ഗോൾഡ് കാർഡ് രാജ്യത്തെ എല്ലാ 50 സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും. എല്ലാ US പൗരന്മാരെയും സ്ഥിരതാമസക്കാരെയും പോലെ അപേക്ഷകർക്കും US നികുതി നൽകേണ്ടി വരും. US പുറത്തുള്ള വരുമാനത്തിനും നികുതി ബാധകമായിരിക്കും. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി സമ്പന്നരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ മാതൃകയിൽ വിസ അനുവദിക്കുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ട്. ബ്രിട്ടൻ, സ്പെയിൻ, ഗ്രീസ്, മാൾട്ട, ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലും സമാനമായ പദ്ധതികൾ നിലവിലുണ്ട്. ഗോൾഡ് കാർഡിന് പിന്നാലെ ഉടൻ തന്നെ ട്രംപ് പ്ലാറ്റിനം കാർഡ് പുറത്തിറങ്ങുമെന്നും വിവരമുണ്ട്. എന്തായാലും കാത്തിരിക്കാം. യുവതലമുറ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി പല കുറ്റകൃത്യങ്ങളിലേക്കും ചുവടുറപ്പിക്കുന്ന വാർത്തകൾ കുറച്ചു വർഷങ്ങളായി ലോകത്ത് അലയടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഇപ്പോഴിതാ ഓസ്ട്രേലിയ ഒരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യമായി മാറി ഓസ്ട്രേലിയ. ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പുകൾക്കാണ് വിലക്ക്. കുട്ടികളെ ബ്ലോക്ക് ചെയ്യണമെന്ന് 10ഓളം പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ചുമത്തും. നിയമം ലംഘിച്ചാൽ കുട്ടികളോ രക്ഷിതാക്കളോ അല്ല, സാമൂഹ്യ മാധ്യമ കമ്പനികൾ $4.95 കോടി ഓസ്ട്രേലിയൻ വരെ പിഴയടക്കേണ്ടി വരും. നിയമത്തെ അനുകൂലിച്ച കുടുംബങ്ങൾക്ക് അഭിമാനകരമായ ദിനമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വിശേഷിപ്പിച്ചത്. Make no mistake, this reform will change lives for Australian kids and allowing them to just have their childhood. For Australian parents, enabling them to have greater peace of mind. But also for the global community who are looking at Australia and saying, well, if Australia can do it, why can't we? ടെക് ഭീമന്മാരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ കുടുംബങ്ങൾ അധികാരം തിരിച്ചുപിടിച്ച ദിവസമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം സ്കൂളുകളിൽ പ്രദർശിപ്പിക്കും. ഓസ്ട്രേലിയയിൽ ഈ മാസം അവസാനത്തോടെ സ്കൂൾ വേനലവധി ആരംഭിക്കുകയാണ്. ഗാഡ്ജറ്റുകളിൽ ചെലവഴിക്കുന്ന സമയം കളിക്കളത്തിലേക്കോ പുസ്തക വായനയ്ക്കായോ സംഗീത ഉപകരണം പഠിക്കാനോ ഉപയോഗിക്കണമെന്നാണ് പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ പറയുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനായാണ് 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയത്. മൊബൈൽ സ്ക്രീനുകളോടുള്ള ആസക്തിയെ സിഗരറ്റും മദ്യവും ഉപയോഗിക്കുന്നതുമായാണ് ഓസ്ട്രേലിയൻ സർക്കാർ താരതമ്യപ്പെടുത്തുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രതിഷേധം വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയുടെ നടപടി സദുദ്ദേശപരമാണെങ്കിലും അതുകൊണ്ടൊന്നും കുട്ടികൾ ഓൺലൈനിൽ സുരക്ഷിതരാകില്ലെന്നായിരുന്നു യൂട്യൂബിന്റെ മുന്നറിയിപ്പ്. സൗഹൃദ ബന്ധങ്ങൾ നഷ്ടമാകുമെന്ന് ചില കുട്ടികൾ പരിതപിച്ചു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള രാജ്യത്തെ കുട്ടി ഇൻഫ്ലുവൻസർമാരും വലിയ നിരാശയിലും മാനസിക പ്രയാസത്തിലുമാണ്. ഇൻസ്റ്റഗ്രാമിലും സമാനമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൗമാരക്കാരായ പ്രേക്ഷകരെ നഷ്ടപ്പെടുന്നത് വരുമാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ക്രിയേറ്റർമാർ. ഇതോടെ പലരും ബദൽ പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് മാർഗങ്ങളിലേക്കും തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും കൗമാരക്കാർ അതിനെ മറികടക്കാനുള്ള ഡിജിറ്റൽ പഴുതുകൾ കണ്ടെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മാതാപിതാക്കളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചും പുതിയ ആപ്പുകൾ വഴിയും ആൾമാറാട്ടം നടത്തിയുമെല്ലാം അവർ വിലക്കിനെ അതിജീവിക്കുന്നു. പ്രായം തെളിയിക്കാനായി സ്വന്തം ഫോട്ടോയ്ക്ക് പകരം മാതാപിതാക്കളുടെ ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോകൾ കാണുന്നവരും ധാരാളമുണ്ട്. പ്രായം തെളിയിക്കാനുള്ള വെരിഫിക്കേഷൻ സിസ്റ്റങ്ങളെ കബളിപ്പിക്കാൻ വിചിത്രമായ മാർഗങ്ങളാണ് പലരും സ്വീകരിക്കുന്നത്. VPN, വ്യാജ ഐഡികൾ എന്നിവ ഉപയോഗിച്ചും മുതിർന്ന സഹോദരങ്ങളുടെ സഹായത്തോടെ ഫേഷ്യൽ സ്കാനിംഗ് പൂർത്തിയാക്കിയും പലരും നിരോധനത്തെ മറികടക്കുന്നു.
മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങളിലെ പോരായ്മകളും ഇവർ മുതലെടുക്കുന്നുണ്ട്. മേക്കപ്പിട്ടും മറ്റും പ്രായം കൂടുതൽ തോന്നിക്കാൻ കൗമാരക്കാർ ശ്രമിക്കുന്നുണ്ട്. ഫേഷ്യൽ സ്കാനിംഗ് സാങ്കേതികവിദ്യയിൽ 1 മുതൽ 3 വർഷം വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയുടെ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലും ചർച്ചയാകുന്നുണ്ട്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസാക്കി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള ചില പദ്ധതികളും പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും 13, 14 വയസ്സുള്ളവർക്ക് മാതാപിതാക്കളുടെ അനുമതിയോടെ ചില പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ ഇളവ് നൽകിയേക്കും. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നടപടിയെ മറ്റു പല രാജ്യങ്ങളും അനുകൂലമായാണ് സ്വീകരിച്ചത്. ഓസ്ട്രേലിയൻ മോഡൽ പഠിക്കുകയും വേണ്ടി വന്നാൽ അത് നടപ്പിലാക്കുമെന്നും ചില രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്ത് നടപ്പാക്കിയാലും 2 വർഷം ഉണ്ടാകുമല്ലോ. ഇക്കാര്യത്തിലും എതിർപ്പുകൾ സ്വാഭാവികമാണ്. സുരക്ഷിതമായ ജീവിതമാണ് പ്രധാനം. അതിന് വിലങ്ങുതടിയാകുന്ന എന്തിനേയും ശക്തമായി തന്നെ പ്രതിരോധിക്കണം. പക്ഷേ അത് ഒരിക്കലും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലാകരുതെന്ന് മാത്രം. എന്തായാലും ഓസ്ട്രേലിയയുടെ ഈ മോഡൽ നമുക്കും പരീക്ഷിക്കാവുന്നതാണ്. പുതുവർഷത്തിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സംഘർഷങ്ങൾക്ക് ശമനമായെന്ന ശുഭവാർത്തകൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. പോയ വാരം മുറിവേറ്റ രാജ്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വരുംകാല പ്രതീക്ഷകളുടേതുമായിരുന്നു. എന്തായിരിക്കും കാത്തിരിക്കുന്നത്? വീണ്ടും കാണാം പുതിയ ലോകക്കാഴ്ചകളുമായി അടുത്ത വാരം.